2022 നവംബർ 10 ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഒരു മൂലയിൽ രോഹിത് ശർമ്മ എന്ന നായകൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തലയിൽ കൈവച്ചിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങകലെ ഒരുപാട് ചർച്ചകൾ നടക്കാൻ തുടങ്ങി. രോഹിത് ശർമ്മ എന്ന നായകൻ്റെ കാലം കഴിഞ്ഞു. ഇന്ത്യൻ ബാറ്റിങ്ങിന് ഇനിയൊരു തിരിച്ചു വരവില്ല. എന്താണ് ഈ തകർച്ചയ്ക്ക് കാരണം? ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തൻ്റെ കണ്ണുകളൊക്കെ തുടച്ച് സടകുടഞ്ഞ് എഴുന്നേറ്റു. കരഞ്ഞിരിക്കാനുള്ള സമയമല്ല. തൻ്റെ ടീമിലെ താരങ്ങളോട് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയേണ്ട സമയമാണ്. രോഹിത് ശർമ്മ എഴുന്നേറ്റു. എന്താണ് അദ്ദേഹത്തിൻ്റെ കരച്ചിലിന് കാരണം? ഇന്ത്യ വളരെ മികച്ച രീതിയിൽ കളിച്ചു വന്ന 2022 T20 ലോകകപ്പിൻ്റെ സെമി ഫൈനൽ പോരാട്ടം. ഇംഗ്ലണ്ടാണ് എതിരാളികൾ. അത്ര മികച്ചൊരു ബോളിംഗ് യൂണിറ്റ് ഒന്നും അല്ലായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ അന്ന്. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 168 റൺസാണ് ഇംഗ്ലണ്ടിന് മുമ്പിൽ മുമ്പോട്ട് വെക്കുന്നത്. മറുപടി ബാറ്റിങ്ങിൽ വെറും 16 ഓവറിൽ ഒരൊറ്റ വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ഇംഗ്ലണ്ട് ആ സ്കോർ ചേസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഒരു നായകന് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുക? രോഹിത് ശർമ്മയും അതുമാത്രമാണ് ചെയ്തത്. എന്തായാലും എഴുന്നേറ്റത്തിന് ശേഷം രോഹിത് ശർമ്മ തൻ്റെ ടീമിലെ സഹതാരങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: ഇനി എനിക്ക് വേണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിരിക്കുന്ന താരങ്ങളെയല്ല. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നിങ്ങളിത് ശ്രദ്ധിക്കണം. നമ്മളിന്ന് തോറ്റത് ഇംഗ്ലണ്ടിനോടല്ല, മറിച്ച് നമ്മുടെ പേടിയോടാണ്. വിക്കറ്റ് നഷ്ടമാകും എന്ന പേടിയിൽ നമ്മൾ സൂക്ഷിച്ച് കളിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ടീമിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് വേണ്ടത് സെഞ്ചുറികൾക്കായി ശ്രമിക്കുന്ന താരങ്ങളെയല്ല, നല്ല സ്ട്രൈക്ക് റേറ്റിൽ ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കാൻ ശേഷിയുള്ള താരങ്ങളെയാണ്. അത്തരത്തിലൊരു T20 ടീമിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രോഹിത് ശർമ്മയുടെ ആ പ്രസംഗം കേട്ട താരങ്ങളെല്ലാം നിശബ്ദരായിരുന്നു. അവരുടെ എല്ലാവരുടെയും നെഞ്ചിൽ ആ വാക്കുകൾ തറച്ചു. 2022 സെമി ഫൈനലിലെ ആ തോൽവി ഉണ്ടല്ലോ, ആ തോൽവി ഇന്ത്യൻ T20 ചരിത്രത്തിന് തന്നെ ജാതകം മാറ്റിയെഴുതാൻ ശേഷിയുള്ളതായിരുന്നെന്ന് അന്ന് ഒരുപക്ഷെ രോഹിത് ശർമ്മ പോലും വിചാരിച്ച് കാണില്ല. പിന്നീടുള്ള നാളുകളിൽ കണ്ടത് രോഹിത് ശർമ്മ എന്ന നായകൻ്റെ കീഴിൽ ഇന്ത്യ T20യിൽ അജയരായി മുന്നേറുന്നതാണ്. 2024 T20 ലോകകപ്പിൽ അന്ന് കൊളുത്തിവിട്ട ആ തീയുടെ ബാക്കി എന്താണോ അത് ഞാൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് കൊളുത്തി കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ രോഹിത് ശർമ്മ ഓരോ കളിയിലും ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകാൻ തുടങ്ങി. അദ്ദേഹം എടുത്ത 40കളും 50കളും ഒക്കെ പല മത്സരങ്ങളിലും ക്രൂഷ്യലായി. എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മയ്ക്ക് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മ ഒരു സെഞ്ചുറിക്ക് ശ്രമിക്കാത്തത്? അന്നും നമ്മൾ പലരും ചോദിച്ചു. അപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞത് ഇതാണ്: എൻ്റെ ഈ 40കളും 50കളും ഒക്കെയാണ് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ടീമിനെ വിജയിപ്പിക്കാൻ പോകുന്നത്. ആ ഇന്ത്യൻ്റെ രോഹിത് ശർമ്മ കളിച്ചു തുടങ്ങിയപ്പോൾ പല താരങ്ങളുടെയും ഇന്നിങ്സിലും പല താരങ്ങളുടെയും ബാറ്റിംഗ് രീതിയിലും എല്ലാം മാറ്റങ്ങളുണ്ടായി. ഇന്ത്യൻ ടീം മൊത്തത്തിൽ ഒന്ന് മാറി എന്ന് പറയാം. ആ ലോകകപ്പിൽ ഒരൊറ്റ മത്സരം പോലും തോക്കാതെയാണ് ഇന്ത്യ കിരീടമുയർത്തിയത്. അതിനുശേഷം രോഹിത് ശർമ്മ ഒരു വലിയ തീരുമാനമെടുത്തു: ഇനി എൻ്റെ കാലമല്ല, ചെറുപ്പക്കാർ വന്ന് കളിക്കട്ടെ, അവരാണ് ഇനി ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. രോഹിത് ശർമ്മ അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ഒരു രോഹിത് ശർമ്മയ്ക്ക് പകരം മറ്റൊരു രോഹിത് ശർമ്മയെ ഇനി എന്നാണ് ഇന്ത്യക്ക് കിട്ടുക? ഇതുപോലെ ഇന്ത്യനിൽ കളിക്കാൻ ശേഷിയുള്ളൊരു താരം നമുക്കിനി പിറക്കുമോ? എന്തായാലും രോഹിത് ശർമ്മ എന്താണ് അന്ന് ചിന്തിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹം വിരമിക്കൽ തീരുമാനം അത്ര പെട്ടെന്ന് അത്രയും പീക്ക് ഫോമിൽ നിൽക്കുമ്പോൾ പ്രഖ്യാപിച്ചത്? ഇതിനൊന്നുമുള്ള ഉത്തരം ആർക്കും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ രോഹിത്തിന് പോലും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാലും അതിൽ അതിശയമൊന്നുമില്ല. രോഹിത് ശർമ്മ അന്ന് കൊളുത്തുവിട്ട ആ തീ പിന്നീട് ഒരുപറ്റം ചെറുപ്പക്കാർ ഏറ്റെടുത്തപ്പോൾ ഇന്ത്യൻ ടീം ഒരു വലിയ ശക്തിയായി മാറുന്ന കാഴ്ച 2024 T20 ലോകകപ്പിന് ശേഷം കാണാനിടയായി. രോഹിത് ശർമ്മയ്ക്ക് ഏറെ വിശ്വാസമുണ്ടായിരുന്ന സൂര്യകുമാർ യാദവ് ഇന്ത്യൻ T20 ടീമിൻ്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്നു. സൂര്യകുമാറിൻ്റെ കീഴിൽ വളരെ ഫിയർലെസ് ആയ ബ്രാൻഡ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമായി ഇന്ത്യ മാറി. ആ നാളുകളിൽ ഇന്ത്യ പരാജയപ്പെട്ട T20 മത്സരങ്ങളുടെ കണക്കെടുത്താൽ അത് വളരെ കുറവാണ്. രോഹിത് ശർമ്മ എന്ന നായകൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ ഫിയർലെസ് ബ്രാൻഡായി കളിക്കുന്ന 40കളും 50കളും ടീമിൻ്റെ വിജയ റണ്ണുകളായി മാറ്റാൻ ശേഷിയുള്ള ഒരു ടീമായി ഇന്ത്യ മാറി. അതിനാൽ തന്നെ ഇന്ത്യക്കെതിരെ T20 ഫോർമാറ്റിൽ കളിക്കാൻ വരുന്ന ടീമുകൾ എല്ലാം ഒന്ന് പേടിക്കാൻ തുടങ്ങി. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായിരുന്നു: ആരാണ് രോഹിത് ശർമ്മയുടെ പകരക്കാരൻ? അതുപോലെ ഒരു താരത്തെ ഇനി നമുക്ക് കിട്ടുമോ? അതിൽ ചിലരെങ്കിലും സഞ്ജു സാംസണിൽ ഒരു രോഹിത് ശർമ്മയെ കണ്ടു. സഞ്ജു സാംസൺ കളിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ പവർ ഹിറ്റിംഗ്, അദ്ദേഹം സിക്സുകൾ അടിക്കുന്ന രീതി, ഇതിലെല്ലാം ഒരു രോഹിത് ശർമ്മയുടെ സാമ്പിൾ ഉണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിച്ചു. പക്ഷേ സഞ്ജു സാംസൺ പ്രൂവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും 2024 അവസാനിക്കുമ്പോൾ തുടർച്ചയായി 3 സെഞ്ചുറികൾ നേടി സഞ്ജു സാംസൺ എന്തുകൊണ്ടാണ് തന്നെ അടുത്ത രോഹിത് ശർമ്മ അല്ലെങ്കിൽ തന്നെ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് വിളിക്കുന്നത് എന്നുള്ള വിശേഷണത്തിന് അർഹനായ പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അവിടം കൊണ്ടും കാര്യങ്ങൾ നിന്നില്ല. സഞ്ജു സാംസൺ ഇങ്ങനെ മികച്ച രീതിയിൽ കളിച്ച് മുന്നേറുമ്പോൾ BCCക്ക് ഒരു ചെറിയ കുസൃതി തോന്നി. അവർ ടീം കോമ്പിനേഷനിൽ ഒരു മാറ്റം വരുത്തി. പതുക്കെ ഗിൽ എന്ന സൂപ്പർ താരത്തെ അവർ ടീമിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അതോടെ സഞ്ജുവിൻ്റെ സ്ഥാനവും പുറത്തേക്കായി. സഞ്ജുവിൻ്റെ സ്ഥാനം പുറത്തേക്കായി വന്നതോടെ ടീം ബാലൻസ് മൊത്തത്തിൽ മാറുന്ന കാഴ്ചയും നമ്മൾ ആ നാളുകളിൽ കണ്ടു. സഞ്ജുവിന് പകരം ഗില്ല്,
ഓപ്പണിങ്ങിൽ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. നമുക്ക് കിട്ടുന്ന ആ മിന്നൽ തുടക്കങ്ങളുടെ ആ വേഗതയൊക്കെ കുറഞ്ഞു. അഭിഷേക് ശർമ്മ ഒരറ്റത്ത് മികച്ച രീതിയിൽ കളിക്കുമ്പോൾ പോലും ഗില്ലിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഇഴഞ്ഞുള്ള ഒരു ബാറ്റിംഗ് ശൈലി അത് ഇന്ത്യൻ സ്കോറിനെ പുറകോട്ട് വലിച്ചു. എന്തായാലും സഞ്ജു സാംസൺ ഭാഗ്യമുണ്ടായിരുന്നു. പതുക്കെ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാവണം BCCI ഗില്ലിൻ്റെ പതുക്കെ T20 ഫോർമാറ്റിൽ നിന്ന് മാറ്റി തുടങ്ങി. സഞ്ജു സാംസൺ ടീമിലേക്ക് തിരിച്ചെത്തി. എന്നാൽ ടീമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു സാംസൺ ആ പഴയ ഫോം ഒന്നും നിലനിർത്താൻ സാധിച്ചില്ല. തുടർച്ചയായ മത്സരങ്ങളിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ച താരത്തിൽ നിന്ന് ഇതൊക്കെയാണോ പ്രകടനം? ഇവൻ എങ്ങനെയാണ് ഓപ്പണിങ്ങിൽ മായാജാലം തീർക്കുക? പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തായാലും രോഹിത് ശർമ്മയ്ക്ക് അപ്പോഴും സഞ്ജുവിലൊരു വിശ്വാസമുണ്ടായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ തന്നെ അദ്ദേഹം സഞ്ജുവിൽ കണ്ടു കാണും. ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. സഞ്ജുവിൻ്റെ സ്ഥാനം ബെഞ്ചിൽ തന്നെയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. ആദ്യ റൗണ്ട് പോരാട്ടങ്ങളിൽ ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് സഞ്ജു സാംസൺ അവസരം കിട്ടിയത്. അന്ന് 8 പന്തുകൾ നേരിട്ട സഞ്ജു സാംസൺ 22 റൺസ് നേടുകയും ചെയ്തു. നിർണായകമായ സൂപ്പർ 8 പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യ പരാജയപ്പെടുകയാണ്. ആ പരാജയം ഇന്ത്യൻ ടീമിനെ ഏറെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ കളി കൊണ്ടൊന്നും മുമ്പോട്ട് പോയാൽ നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. ടീമിൽ മാറ്റങ്ങൾ വരണം. ഓപ്പണിങ്ങിൽ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ വരണം. സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തണം എന്ന ആവശ്യം ശക്തമായി. സിംബാബ്വെക്കെതിരായ അതിനിർണായക പോരാട്ടത്തിൽ സഞ്ജു സാംസൺ ടീമിലേക്ക് മടങ്ങി വരികയാണ്. സഞ്ജു സാംസൻ്റെ ആ മടങ്ങി വരവ് ശരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റോടെയായിരുന്നു. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, ഇതെല്ലാം പറഞ്ഞ് ചെയ്തിട്ട് ഞാൻ ഇനി മടങ്ങൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സഞ്ജു സാംസൺ സിംബാബ്വെക്കെതിരെ മനോഹരമായൊരു ഇന്നിങ്സ് കളിച്ച് തൻ്റെ വരാൻ പോകുന്ന വലിയ ഇന്നിങ്സുകൾക്കുള്ള സൂചന നൽകി. ശേഷം വെസ്റ്റ് ഇൻഡീസിനെതിരെ, അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ, ഇന്നലെ ന്യൂസിലൻഡിനെതിരെ ഫൈനൽ പോരാട്ടം, ഇതിലെല്ലാം സഞ്ജു സാംസൺ തൻ്റെ ക്ലാസ് കാണിച്ചു. പലപ്പോഴും സെഞ്ചുറികൾ അടിക്കാനുള്ള അവകാശം ഉണ്ടായിട്ട് പോലും അതൊന്നും വേണ്ടാന്ന് വെച്ച് ടീമിന് പ്രയോറിറ്റി കൊടുത്ത സഞ്ജു സാംസനെ നമ്മൾ കണ്ടു. ഫൈനൽ മത്സരത്തിന് ശേഷം ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ ഇങ്ങനെ പറഞ്ഞു: 96 റൺസിൽ ഒരു ബാറ്റ്സ്മാൻ നിൽക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു 4 പന്ത് വേണം സെഞ്ചുറി തികയ്ക്കാൻ എന്ന രീതിയിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ അവൻ ടീമിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ടീമിന് ഏറ്റവും ആവശ്യമുള്ള 10-18 റൺസ് അവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള താരങ്ങളെയല്ല നമുക്ക് ആവശ്യം. അതെ, അന്ന് ഗൗതം ഗംഭീർ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയുള്ള താരമല്ല സഞ്ജു സാംസൺ. ഒരു കാലത്തും അദ്ദേഹം അങ്ങനെ ആയിരുന്നുമില്ല. സെഞ്ചുറികളോ അർദ്ധ സെഞ്ചുറികളോ ഒന്നും അദ്ദേഹത്തെ വ്യാമോഹിപ്പിച്ചിട്ടുമില്ല. വരുന്ന നേട്ടങ്ങളൊക്കെ വന്നോട്ടെ, ഞാൻ അതിനൊന്നും പിന്നാലെ പോവില്ല. ടീം ഈസ് മൈ പ്രയോറിറ്റി. അതായിരുന്നു എല്ലാ കാലത്തും സഞ്ജു സാംസൺ. ഇവൻ ബെഞ്ചിലിരുന്ന് ലോകകപ്പ് കാണും എന്ന് വിധി എഴുതിയവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ബെഞ്ചിലല്ല, നിങ്ങളുടെയൊക്കെ ഇടനെഞ്ചിലായിരിക്കും ഇനി എൻ്റെ സ്ഥാനം എന്ന രീതിയിൽ സഞ്ജു സാംസൺ ഈ ലോകകപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി IPL പോരാട്ടത്തിൻ്റെ നാളുകളാണ്. സഞ്ജു സാംസനെ സംബന്ധിച്ച് ഇനി T20 ടീമിൽ നിന്ന് ഒരു പുറത്തുപോക്ക് ഇല്ല. അദ്ദേഹം ഈ IPLിലൂടെ ഏകദിന ടീമിലേക്ക് ഒരു എൻട്രി, അതാണ് ലക്ഷ്യമിടുന്നത്. കാരണം തുടർച്ചയായി മികച്ച രീതിയിലുള്ള പ്രകടനം നടത്തിയാൽ ഏകദിന ടീമിൽ സഞ്ജു സാംസനെ സംബന്ധിച്ച് അവരെ എടുക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ആ നല്ല നാളുകളുണ്ടല്ലോ, അതിനുള്ള തിരിച്ചുവരവും പ്രാർത്ഥനയിലുമാണ് ആരാധകരെല്ലാം. 2022 അന്ന് അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്: അന്ന് കൊളുത്തിവിട്ട ആ തീ, ആ ബാറ്റൺ ഏറ്റെടുത്തിരിക്കുന്ന സഞ്ജു സാംസണാണ്. രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോൾ ആ കാര്യത്തിലൊരു വിശ്വാസമുണ്ടായി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്.